guys, welcome back to my channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു പുതിയൊരു സീരീസാണ്. നമ്മൾ CSIR നെറ്റ് ലൈഫ് സയൻസിൻ്റെ ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 35 ടോപ്പിക്സ് നമ്മൾ വീഡിയോസ് ആയിട്ട് ഇനി ചെയ്യുന്നതായിരിക്കും. ഇതിൽ ഫസ്റ്റ് ടോപ്പിക്കാണ് നമ്മൾ എൻസൈംസ്. അപ്പം ഇന്ന് എൻസൈംസിനെ പറ്റിയിട്ട് ഉള്ള ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ജസ്റ്റ് ഒരു ക്വിക്ക് ലേൺ ആണ്. ഇതിന് 2 പാർട്ടായിരിക്കും ഉണ്ടായിരിക്കും. ഇത് ഫസ്റ്റ് പാർട്ടാണ്. അപ്പം നിങ്ങൾ എൻ്റെ ചാനലിലേക്ക് പുതിയതായിട്ടാണെന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് താമസിക്കാതെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എൻസൈംസ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ നോക്കാം. എൻസൈംസ് എന്ന വേർഡ് വന്നിട്ട് കോയിൻ ചെയ്തത് വിൽഹെം കുഹ്ൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റാണ്. അതുപോലെ തന്നെ എന്താണ് എൻസൈംസ്? എൻസൈംസ് എന്ന് പറയുന്നത് വന്നിട്ട് കാറ്റലിസ്റ്റ് ആണ്. അതായത് ഒരു കെമിക്കലാണ്. അത് വന്നിട്ട് എന്ത് ചെയ്യും? ഒരു കെമിക്കൽ റിയാക്ഷനെ വന്നിട്ട് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പക്ഷെ അവിടെ ഒരു പ്രത്യേക ഒരു കാര്യവും കൂടി നടക്കുന്നുണ്ട്. അതായത് ആ ഒരു കാറ്റലിസ്റ്റ്, അതായത് ആ ഒരു എൻസൈമിന് വന്നിട്ട് വേറെ ചേഞ്ചസ് ഒന്നും ഉണ്ടാവാതെ തന്നെ ആ ഒരു കെമിക്കൽ റിയാക്ഷനെ വന്നിട്ട് അതിൻ്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാറ്റലിസ്റ്റ് അല്ലെങ്കിൽ കെമിക്കലാണ് എൻസൈംസ് എന്ന് പറയുന്നത്. പിന്നെ ഈ എൻസൈംസ് വന്നിട്ട് പ്രോട്ടീൻ നേച്ചർ ആയിരിക്കും. പിന്നെ അതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ് റൈബോസൈംസ് എന്താണെന്നുള്ളത് എപ്പോഴും ക്വസ്റ്റ്യൻസ് ഒക്കെ കാണാറുള്ളതാണ്. അതെന്ന് പറയുന്ന ഒരു നോൺ പ്രോട്ടീൻ നേച്ചർ ആയിട്ടുള്ള എൻസൈംസിൽ തന്നെ നോൺ പ്രോട്ടീൻ നേച്ചർ വരുന്നതാണ് റൈബോസൈംസ് എന്ന് പറയുന്നത്. അതായത് RNA ആക്ടിങ് ആസ് എൻസൈംസ്, അതിനെയാണ് നമ്മൾ റൈബോസൈം എന്ന് പറയുന്നത്. അതായത് RNA എൻസൈമായിട്ട് ആക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ റൈബോസൈംസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഓർത്തിരിക്കുക. അത് എപ്പോഴും ഒരു MCQ ടൈപ്പിലൊക്കെ വന്നിട്ട് കാണാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്ക് എൻസൈംസിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. എൻസൈംസ് എന്ന് പറയുമ്പോൾ കൊളോയിഡൽ നേച്ചറിലായിരിക്കും ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ അവർ തെർമോ ലയബിൾ ആയിരിക്കും. പ്രോട്ടീൻ നേച്ചർ ആയിരിക്കും ഉണ്ടായിരിക്കുക. പിന്നെ അതുപോലെ തന്നെ എൻസൈംസ് വന്നിട്ട് സ്പെസിഫിക് ആയിരിക്കും. അതായത് അത് കറക്റ്റ് അതിൻ്റെ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സബ്സ്ട്രേറ്റുമായിട്ട് മാത്രമേ അത് ചെന്ന് ബൈൻഡ് ചെയ്ത് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഫോം ചെയ്യത്തുള്ളതാണ് സ്പെസിഫിക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് എൻസൈമിൻ്റെ ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻസൈംസ് എന്ന് പറയുമ്പോഴത്തേക്കും അസിലറേറ്റ് ദ റിയാക്ഷൻ, അതായത് ഒരു കെമിക്കൽ റിയാക്ഷനെ അസിലറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻസൈംസ് വന്നിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ എൻസൈംസിൻ്റെ സ്പെസിഫിസിറ്റി, അതായത് അവർ 3D സ്ട്രക്ചർ ആയിരിക്കും. അതായത് ഒരു പർട്ടിക്കുലർ സബ്സ്ട്രേറ്റിലേക്ക് തന്നെയായിരിക്കും എൻസൈം ചെന്ന് ബൈൻഡ് ചെയ്യത്തുള്ളൂ. അതാണ് സ്പെസിഫിസിറ്റി കൊണ്ട് പറയുന്നത്. പിന്നെ ദേ ഡു നോട്ട് ചേഞ്ച് ദ ഇക്വിലിബ്രിയം, അതായത് ആ ഒരു റിയാക്ഷൻ്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിലും ആ ഒരു ഇക്വിലിബ്രിയം വന്നിട്ട് ചേഞ്ച് ആകത്തില്ല. എപ്പോഴും ആ ഒരു ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്തിട്ടായിരിക്കും എൻസൈംസ് വന്നിട്ട് ആക്ട് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ എൻസൈംസ് റിക്വയർ ലോ ആക്ടിവേഷൻ എനർജി. അപ്പോൾ എൻസൈംസിൻ്റെ പ്രസൻസിൽ ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്നത് വെരി ലോ ആയിരിക്കും. നമുക്ക് ഒരുപാട് ആക്ടിവേഷൻ എനർജിയുടെ ആവശ്യമില്ല എൻസൈംസിൻ്റെ പ്രസൻസിൽ. അതുപോലെ തന്നെ എൻസൈംസ് വന്നിട്ട് ഹൈ മോളിക്കുലർ വെയിറ്റ് ആയിട്ടുള്ള, അവരുടെ മോളിക്കുലർ വെയിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഹൈ ആയിരിക്കും എൻസൈംസിന്. പിന്നെ അവർക്ക് ഒപ്റ്റിമം റിക്വയർമെൻറ്റ്സ് വേണം. എന്തൊക്കെയാണ്? അതായത് pH-ഉം ടെമ്പറേച്ചറും, ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു pH-ഉം ടെമ്പറേച്ചറും വന്നിട്ട് അവർക്ക് റിക്വയർമെൻറ്റിൽ വന്നിട്ട് ഏറ്റവും ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. pH-ഉം ടെമ്പറേച്ചറും എപ്പോഴും കറക്റ്റ് ആയിരിക്കണം. പിന്നെ അതുപോലെ തന്നെ എൻസൈംസ് cannot be imported outside the cell. സെല്ലിൻ്റെ ഉള്ളിലായിരിക്കും ഇതിൻ്റെ ആക്ടിവേഷനും ഇല്ലെങ്കിൽ ആ ഒരു ഫങ്ഷനിങ്ങും ഒക്കെ നടക്കുന്നത്. ഔട്ട്സൈഡ് ദ സെൽ അത് ഇമ്പോർട്ട് ചെയ്യുക എന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇനി നമ്മളെ സബ്സ്ട്രേറ്റ് എന്താണെന്ന് നോക്കുന്നത്. ദ മോളിക്യൂൾസ് അപ്പോൺ വിച്ച് എൻസൈം ആക്ട് ആൻഡ് കൺവേർട്ട് ദം ഇൻ ടു ഡിഫറെൻറ്റ് മോളിക്യൂൾ ദാറ്റ് ഈസ് പ്രൊഡക്റ്റ്. അപ്പം സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത് മോളിക്യൂൾസ് ആണ്. അതെന്ന് പറയുന്നത് ഈ എൻസൈം ആക്ട് ചെയ്യുന്ന മോളിക്യൂൾസിനെയാണ് നമ്മൾ സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത്. അത് എന്ത് സംഭവിക്കും? ആ എൻസൈംസ് വന്നിട്ട് ഈ പറഞ്ഞ മോളിക്യൂൾസ്, അതായത് സബ്സ്ട്രേറ്റിൽ വന്നിട്ട് ആക്ട് ചെയ്തിട്ട് അതിനെ കൺവേർട്ട് ചെയ്തിട്ട് പ്രൊഡക്ട്സ് ആക്കി മാറ്റുക ചെയ്യുന്നത്. അങ്ങനെയാണല്ലോ എൻസൈമും സബ്സ്ട്രേറ്റും കൂടി ചേർന്നിട്ട് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഫോം ചെയ്യുന്നു. അതുവഴി ഒരു പുതിയ പ്രൊഡക്റ്റ് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് സബ്സ്ട്രേറ്റ്. അപ്പം ഇനി നമ്മൾ ഇതിൻ്റെ ആക്ഷൻ എങ്ങനെയാണെന്നുള്ളത് നോക്കുന്നത്. അതായത് ഒരു എൻസൈമിന് വന്നിട്ട് അതിൻ്റെ ഒരു ആക്റ്റീവ് സൈറ്റ് ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ ഒരു ആക്റ്റീവ് സൈറ്റ് ഉണ്ട്. അതിലേക്ക് നമ്മുടെ സബ്സ്ട്രേറ്റ് വരുവാണ്. അപ്പം എൻസൈം സ്പെസിഫിക് ആണെന്ന് പറഞ്ഞല്ലോ, സ്പെസിഫിസിറ്റി ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അത് എന്തുകൊണ്ടിട്ടാണെന്ന് കാണുമ്പോൾ അറിയാമല്ലോ. ഈ സബ്സ്ട്രേറ്റിൻ്റെ ആ ഒരു സെയിം ഷേപ്പിലായിരിക്കും ഈ ഒരു എൻസൈമിൻ്റെ ഒരു ആക്റ്റീവ് സൈറ്റ് ഉണ്ടായിരിക്കും. അപ്പം ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സബ്സ്ട്രേറ്റ് തന്നെ ആ ഒരു പർട്ടിക്കുലർ എൻസൈമുമായിട്ട് ബൈൻഡ് ചെയ്യാൻ പറ്റും. വേറൊരു ഷേപ്പിലുള്ളതിന് വന്നിട്ട് ബൈൻഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഫോം ചെയ്യുന്നു. അതുപോലെ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഫോം ചെയ്തതിന് ശേഷം അവിടെ പുതിയൊരു പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നതാണ് അവിടെ കാണിച്ചേക്കുന്നത്. അപ്പം ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ഒരു ആക്ഷൻ. ഇനി എന്താണ് എൻസൈമിന് വന്നിട്ട് ആക്റ്റീവ് സൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ദ റീജിയൻ ഓഫ് എൻസൈം വെയർ സബ്സ്ട്രേറ്റ് മോളിക്യൂൾസ് ബൈൻഡ് ആൻഡ് അണ്ടർഗോ കെമിക്കൽ റിയാക്ഷൻ. അപ്പം ആക്റ്റീവ് സൈറ്റ് എന്നത് എൻസൈമിൻ്റെ റീജിയനാണ്. ഇവിടെ കാണിച്ചിട്ടുണ്ട്.
ഈ ഒരു എൻസൈമിൻ്റെ റീജിയനാണ് ആക്റ്റീവ് സൈറ്റ് എന്ന് പറയുന്നത്. അപ്പം അവിടേക്ക് വന്നിട്ടാണ് ഈ ഒരു സബ്സ്ട്രേറ്റ് മോളിക്യൂൾ ബൈൻഡ് ചെയ്യുന്നത്, എന്നിട്ടാണ് അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത്. അപ്പം ആക്റ്റീവ് സൈറ്റ് എന്ന് പറയുന്നത് എൻസൈമിൻ്റെ ഒരു റീജിയൻ ആയിരിക്കും, സബ്സ്ട്രേറ്റ് മോളിക്യൂൾ വന്ന് ബൈൻഡ് ചെയ്യുന്ന റീജിയൻ ആയിരിക്കും. അതുവഴിയാണ് അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത്. ഇനി ആക്റ്റീവ് സൈറ്റ് കൺസിസ്റ്റ് ഓഫ് അമിനോ ആസിഡ് റെസിഡ്യൂസ് ദാറ്റ് ഫോം ടെമ്പററി ബോണ്ട് വിത്ത് സബ്സ്ട്രേറ്റ് ബൈൻഡിങ് സൈറ്റ്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ആക്റ്റീവ് സൈറ്റിൽ അമിനോ ആസിഡ് റെസിഡ്യൂസ് പ്രസൻ്റ് ആയിരിക്കും. അതാണ് വന്നിട്ട് സബ്സ്ട്രേറ്റിൻ്റെ ബൈൻഡിങ് സൈറ്റുമായിട്ട്, അതായത് സബ്സ്ട്രേറ്റുമായിട്ട് ചെറിയൊരു ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് അതോടെ ഒന്ന് പറ്റിപ്പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ആക്റ്റീവ് സൈറ്റിൽ വന്നിട്ട്, എൻസൈമിൻ്റെ ആക്റ്റീവ് സൈറ്റിൽ വന്നിട്ട് അമിനോ ആസിഡ് റെസിഡ്യൂസ് പ്രസൻ്റ് ആയിരിക്കും. ആ അമിനോ ആസിഡ് റെസിഡ്യൂസ് വന്നിട്ട് ടെമ്പററി ആയിട്ടുള്ള ബോൺസ്, ആ അമിനോ ആസിഡ് റെസിഡ്യൂസ് എന്ന് പറയുമ്പോഴത്തേക്കും വന്നിട്ട് ടെമ്പററി ആയിട്ടുള്ള ബോൺസ് ഫോം ചെയ്യുന്നുണ്ടായിരിക്കും സബ്സ്ട്രേറ്റിൻ്റെ ബൈൻഡിങ് സൈറ്റുമായിട്ട്. ഇനി ദ ലാർജസ്റ്റ് പ്രോട്ടീൻ എൻസൈം കണ്ടെയ്ൻ പോളിപെപ്റ്റൈഡ് ചെയിൻ. അപ്പം ഏറ്റവും ലാർജസ്റ്റ് പ്രോട്ടീൻ എൻസൈമിൽ വന്നിട്ട് പോളിപെപ്റ്റൈഡ് ചെയിൻസ് പ്രസൻ്റ് ആയിരിക്കും. ദെൻ അമിനോ ആസിഡ് സീക്വൻസ് ഡിറ്റർമൈൻ ദ ഫോൾഡിംഗ് പാറ്റേൺ ഓഫ് പ്രോട്ടീൻ സ്ട്രക്ചർ ഫോർ എൻസൈം സ്പെസിഫിസിറ്റി. പിന്നെ ഈ ഒരു അമിനോ ആസിഡ് സീക്വൻസ് ആണ് വന്നിട്ട് ആ ഒരു ഫോൾഡിങ്, നമ്മുടെ പ്രോട്ടീൻസിൽ പ്രോട്ടീൻ ഫോൾഡിങ് നടക്കാറുണ്ടെന്ന് അറിയാമല്ലോ. അതായത് പ്രോട്ടീൻസിൻ്റെ പല സ്ട്രക്ചറില്ലേ, പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്, ടെർഷ്യറി ഉണ്ട്, അങ്ങനെ പല സ്ട്രക്ചേഴ്സ്, ക്വാട്ടനറി ഉണ്ട്. അപ്പം ആ ഒരു പ്രോട്ടീൻ ഫോൾഡിങ്ങിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഒരു അമിനോ ആസിഡ് സീക്വൻസ് ആയിരിക്കും. അതുവഴിയാണ് വന്നിട്ട് ആ ഒരു എൻസൈം സ്പെസിഫിസിറ്റി വന്നിട്ട് കൂടുതൽ എൻസൈം വന്നിട്ട് സ്പെസിഫിക് ആണെന്ന് പറയുന്നത്. ഈ ഒരു അമിനോ ആസിഡ് സീക്വൻസ് ആണ് വന്നിട്ട് ആ ഒരു ഫോൾഡിംഗ് പാറ്റേൺസിനെ വന്നിട്ട് ഡിറ്റർമൈൻ ചെയ്യുന്നത്. Then the change in temperature or pH affect the protein structure, that is denaturation. പിന്നെ ഈ പറഞ്ഞ ഒപ്റ്റിമൽ റിക്വയർമെൻറ്റ്സ് നമ്മൾ പറഞ്ഞു, കറക്റ്റായിട്ടുള്ള ടെമ്പറേച്ചറും പി എച്ചും ഒക്കെ വേണമെന്ന്. അപ്പം ഈ പറഞ്ഞ ടെമ്പറേച്ചറിലും പി എച്ചിലും ഒക്കെ വന്നിട്ട് എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ അത് ആ ഒരു പ്രോട്ടീൻ സ്ട്രക്ചറിനെ വന്നിട്ട് അഫക്റ്റ് ചെയ്യും, അതായത് ഡീനേച്ചുറേഷൻ ഒക്കെ ആകുന്നത്. അപ്പം അത് അഫക്റ്റ് ചെയ്യും. ഡീനേച്ചുറേഷൻ സംടൈംസ്, ചില സമയത്ത് ഈ ഒരു ഡീനേച്ചുറേഷൻ എന്ന് പറയുന്നത് റിവേഴ്സിബിൾ ആയിരിക്കും. അതായത് ഒരു എൻസൈം സബ്സ്ട്രേറ്റ് വാങ്ങിച്ചെന്ന് പ്രോഡക്റ്റ് ഉണ്ടായി എന്ന് പറയുന്നുണ്ടല്ലോ, അത് തിരിച്ച് ബാക്ക് ടു പഴയ രീതിയിലേക്ക് എത്താൻ പറ്റും. അത് ചില കേസസിൽ മാത്രമേ ഉള്ളൂ റിവേഴ്സിബിൾ ആയിട്ടുള്ളൂ. ബാക്കിയുള്ള കേസസിൽ പുതിയൊരു പ്രോഡക്റ്റ് ഫോം ആയി കഴിഞ്ഞാൽ ആ ഒരു റിയാക്ഷൻ അവിടെ കഴിഞ്ഞു. അപ്പം ഇതാണ് ഇവിടെ എക്സാമ്പിൾ കാണിച്ചിരിക്കുന്നത്. എൻസൈമും സബ്സ്ട്രേറ്റും കൂടി ചേർന്ന് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഫോം ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് ഒരു പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നു. ഇനി ഓൺ ദ ബേസിസ് ഓഫ് നമ്പർ ഓഫ് യൂണിറ്റ്സിനെ ബേസ് ചെയ്തിട്ട് എൻസൈംസിനെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. മോണോയും ഉണ്ട്, ഒളിഗോയും ഉണ്ട്. അതുപോലെ തന്നെ ഓൺ ദ ബേസിസ് ഓഫ് നേച്ചറിനെ ബേസ് ചെയ്തിട്ട് സിമ്പിളും ഉണ്ട്, കോൺജുഗേറ്റഡും ഉണ്ട്. സിമ്പിൾ ആണെന്നുണ്ടെങ്കിൽ ഒളി പ്രോട്ടീൻസ്, പിന്നെ കോൺജുഗേറ്റഡ് എന്ന് പറയുന്ന വേറൊരു പേരാണ് ഹോളോ എൻസൈം. ഇനി നിങ്ങൾക്ക് ഈ പിക്ചറിൽ കാണാൻ സാധിക്കും, ഒരു എൻസൈം എന്ന് പറയുമ്പോൾ അതിന് 2 പാർട്ടായിരിക്കും ഉണ്ടായിരിക്കുക. പി എന്ന് എഴുതിയിരിക്കുന്നതാണ് അതിൻ്റെ പ്രോട്ടീൻ പാർട്ട്. പ്രോട്ടീൻ പാർട്ടിനെയാണ് നമ്മൾ അപ്പോ എൻസൈം എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്തുള്ളതൊക്കെ 1 മാർക്കിനൊക്കെ ചോദിക്കാൻ, MCQ ടൈപ്പിലൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം എൻസൈം എന്ന് പറയുമ്പോഴത്തേക്കും 2 പാർട്ടുണ്ട്. ഒരു പ്രോട്ടീൻ പാർട്ടിനെ അപ്പോ എൻസൈം എന്ന് പറയുന്നു, നോൺ പ്രോട്ടീൻ പാർട്ടിനെ നമ്മൾ പ്രോസ്തറ്റിക് ഗ്രൂപ്പ് എന്നും പറയുന്നു. അപ്പം ഈ അപ്പോ എൻസൈമും പ്രോസ്തറ്റിക് ഗ്രൂപ്പും, അതായത് ഈ പ്രോട്ടീൻ പാർട്ടും നോൺ പ്രോട്ടീൻ പാർട്ടും ഒന്നിച്ച് പറയുന്നതാണ് ഹോളോ എൻസൈം എന്നിട്ടാണ്. ഹോളോ എൻസൈം ഒക്കെ എപ്പോഴും MCQയിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ ഹോളോ എൻസൈം എന്ന് പറയുന്ന മറ്റൊരു പേരാണ് കോൺജുഗേറ്റഡ് എൻസൈം എന്നുള്ളത്. അപ്പോൾ ഈ ഒരു പിക്ചറിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ MCQ ടൈപ്പിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ട് എന്താണ് അപ്പോ എൻസൈം എന്ന് ചോദിക്കാം, എന്താണ് പ്രോസ്തറ്റിക് ഗ്രൂപ്പ് എന്ന് ചോദിക്കാം, എന്താണ് ഹോളോ എൻസൈം ഇല്ലെങ്കിൽ കോൺജുഗേറ്റഡ് എൻസൈം എന്നും ചോദിക്കാം. അപ്പോൾ അത്രയാണ് ഒരു പിക്ചറിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ കോഫാക്ടർ, അപ്പം അതായത് ഈ ഒരു പ്രോസ്തറ്റിക് ഗ്രൂപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ കോഫാക്ടറും വരാം, കോ എൻസൈമും വരാം. അപ്പം കോഫാക്ടർ ആണെന്നുണ്ടെങ്കിൽ അതെന്ന് പറയുന്നത് മേ ബി ഒരു ഓർഗാനിക് മോളിക്യൂൾ ആയിരിക്കാം. അത് വൈറ്റമിൻസ് ആകാം, ഇല്ലെങ്കിൽ ഇൻഓർഗാനിക് മെറ്റൽ അയോൺസ് ആകാം, ഇല്ലെങ്കിൽ സംടൈംസ് എൻസൈംസ് റിക്വയർ ബോത്ത് അതായത് രണ്ടും ഉണ്ടാവാം. അതുപോലെ തന്നെ കോഫാക്ടർ മേ ബി ടൈറ്റ്ലി ഓർ ലൂസ്ലി ബൗണ്ട് ടു എൻസൈം. പിന്നെ ഈ ഒരു കോഫാക്ടറിൻ്റെ കേസിൽ പറയുമ്പോഴത്തേക്കും ഇതൊരു ഒന്നെങ്കിൽ ടൈറ്റ്ലി അല്ലെങ്കിൽ ലൂസ്ലി ബൗണ്ട് ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. ഇഫ് ടൈറ്റ്ലി കണക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ കോഫാക്ടറിനെ വന്നിട്ട് നമ്മൾ പ്രോസ്തറ്റിക് ഗ്രൂപ്പ് എന്ന് പറയുന്നു. ടൈറ്റ്ലി ബൗണ്ടഡ് ആണെന്നെങ്കിൽ അല്ലെങ്കിൽ ടൈറ്റ്ലി കണക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കോഫാക്ടറിനെ പ്രോസ്തറ്റിക് ഗ്രൂപ്പ് എന്ന് പറയും. അപ്പോൾ ഇത്രയാണ് വന്നിട്ട് എൻസൈംസിനെ പറ്റിയിട്ടൊരു ഓവറോൾ ആയിട്ടുള്ള ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള ഒരു പെട്ടെന്ന് നമ്മൾ ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിനായിട്ടുള്ള പോയിൻറ്റ്സ് ഒക്കെ ഇത്രയൊക്കെ ആയിരിക്കും എൻസൈംസിനെ പറ്റിയിട്ട്. അപ്പം ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് കൂടി നമുക്കിനിയുണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ എൻസൈമിൻ്റെ എങ്ങനെയാണ് എൻസൈം കൈനറ്റിക്സ് ഇല്ലെങ്കിൽ ക്ലാസസ് ഓഫ് എൻസൈംസ് അങ്ങനെയുള്ള കാര്യങ്ങൾ, കോഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പം ഇത്രയാണ് ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് നിങ്ങൾ മെൻഷൻ ചെയ്യുക.
എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലും എല്ലാം കമൻറ്റ് സെക്ഷനിൽ വന്നിട്ടൊന്ന് മെൻഷൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഒപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വന്നിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.